Hello friends, welcome back to Delicious. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്പെഷ്യൽ ലഡു ആണ്. ആദ്യം വെറും 3 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ലഡു, പിന്നെ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മറ്റൊരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണേ. ആദ്യം നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് സൈഡൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മുറിച്ച് ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി, നന്നായി പൊടിച്ചെടുക്കണം. ബാക്കിയുള്ള ബ്രെഡ് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പൊടിയിലേക്ക് കുറച്ചായിട്ട് റെഡി മെയ്ഡ് കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സായി കൊടുത്താൽ മതി. അതില്ലാന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒരു 1/2 കപ്പ് പാൽപ്പൊടിയിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ 1/4 കപ്പിൻ്റെ പകുതി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ മെഷറിംഗ് സ്പൂണാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 6 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായി കട്ടയൊന്നുമില്ലാതെ മിക്സായി കൊടുക്കാം. നിങ്ങളടുത്ത് റെഡിമെയ്ഡ് കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, കാരണം ഇതിലേക്ക് നമ്മൾ കൂടുതൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ലഡു വെറും ബ്രെഡിൻ്റെ പൊടിയും പിന്നെ കണ്ടൻസ് മിൽക്കും കുഴച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുറച്ചായിട്ട് കണ്ടൻസ് മിൽക്ക് മിക്സർ ഒഴിച്ച് കുഴച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു കറക്റ്റ് കുഴച്ച് വരാനുള്ള പരുവത്തിൽ ആയി കെട്ടിയാൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് അതിൽ ആഡ് ചെയ്യുന്നത് നിർത്താം. ബ്രെഡിൻ്റെ അധികം ടേസ്റ്റ് വരാനത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ നമ്മൾ നോർമൽ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് കൂടുതൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കാൻ. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം കണ്ടൻസ് മിൽക്ക് ആയി കഴിഞ്ഞാൽ ലഡു കുറച്ച് കൂടുതൽ സ്റ്റിക്കി ആവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടി കണ്ടൻസ് മിൽക്കിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം അത് ഫുള്ള് ഞാൻ ബ്രെഡ് മിക്സറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ റൊട്ടുന്ന പരിവം ആയിക്കഴിഞ്ഞാലാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര ചേർത്ത് കൊടുക്കാതിരിക്കാം. നന്നായി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 5 പീസ് ആൽമണ്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി ലഡു റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് നട്ട്സൊക്കെ എല്ലാ ഭാഗത്തും മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടൻസ് മിൽക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലഡു കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഞാനിവിടെ കുറച്ച് ആൽമണ്ട് പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. ബ്രെഡിൻ്റെ സോൾട്ട്നെസ്സും പിന്നെ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റോസ്റ്റഡ് ബ്രെഡ് ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു 6 പീസ് ബ്രെഡ് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഫ്രൈ പാൻ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് നന്നായി ഒന്ന് അലിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ആദ്യം മീഡിയം ഹീറ്റിൽ വെച്ചതിന് ശേഷം ലോ ഹീറ്റിലേക്ക് മാറ്റി കൊടുക്കുക. മീഡിയം ഹീറ്റിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി ഇളക്കി കൊടുത്ത് ലോ ഹീറ്റിൽ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കളർ ചേഞ്ചായി വരുന്നുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കൂളായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് പുറത്തുനിന്ന് വാങ്ങുന്ന കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് പിന്നെ ഒരു 1/4 കപ്പ്, ടോട്ടൽ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് മിക്സാക്കി എടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന നേരം നന്നായി ഒന്ന് മിക്സായി കൊടുക്കാം. നന്നായി മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി കുഴച്ച് മിക്സ് ആയതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാതിരിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് കുഴച്ച് മിക്സായി കൊടുക്കാം. നന്നായി മിക്സായി കഴിഞ്ഞാൽ കൈ ഒന്ന് ഗീ കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ലഡു ബോൾസ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമുക്ക് ലഡുയുടെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ബോൾസ് ആക്കിയെടുക്കാം. ഞാനിവിടെ റോൾ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കാഷ്യൂ നട്ടിൻ്റെ പീസ് കൂടി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. റോൾ ചെയ്യുമ്പോൾ തന്നെ വെച്ച് കൊടുത്താൽ നന്നായി ഒന്ന് ഫിക്സ് ആയി നിൽക്കും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലഡു കൂടി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാതെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.